നമസ്കാരം. ഇന്ന് നോക്കാൻ പോകുന്ന മെസ്സേജ് നിങ്ങളുടെ വർക്ക്, ഫാമിലി, ലവ് എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ജോലി, കുടുംബം, സ്നേഹം ഇതിന് ഉള്ള എന്ത് മെസ്സേജാണ് യൂണിവേഴ്സിന് തരാനുള്ളത് എന്ന് നോക്കാം. ആദ്യത്തേത് വർക്ക് എന്ന കാർഡ് ചോദിച്ചപ്പോൾ ദ എംബറസ് എന്ന കാർഡാണ് വന്നിരുന്നത്. ഈ എംബ്രസ് എന്ന കാർഡിന് ഒരു കുട്ടിക്ക് ബർത്ത് നൽകാൻ പോകുന്ന ഒരു അമ്മയുടെ രൂപമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ കാർഡ് നിങ്ങളുടെ ജീവിതത്തിൽ വർക്കുമായി ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾ ഒരു പുതിയ ജോലിക്ക് തുടക്കം ആകാൻ പോവുകയാണെന്നും നിങ്ങൾ ആഗ്രഹിച്ച് ഉള്ള ഒരു ജോലിയാണെന്നും അതിന് നിങ്ങൾ ഒരു പുതിയ ബർത്ത് നൽകാൻ പോകുന്നു എന്നാണ് ഇത് വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിലാഷമുള്ള ഒരു ജോലിയാണ്. അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ഇതിൽ കൂടി മെസ്സേജ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ജസ്റ്റിസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഈ കാർഡിൽ കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു ക്ലാസിനെയാണ് കാണുന്നത്. നിങ്ങളുടെ ഷാഡോ സെൽഫാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ മനസ്സ് വളരെയധികം വേദനയോടെ നിങ്ങളുടെ ഫാമിലിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു തുല്യത ലഭിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ വിഷമിച്ചിരുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ പങ്കാളിയുടെ സ്നേഹത്തിനോ എന്തിനു തന്നെ ആയിക്കോട്ടെ, അവിടെ നിങ്ങൾക്ക് തുല്യമായ പരിഗണനയും സ്നേഹവും ലഭിക്കാൻ പോകുന്നു എന്നും യൂണിവേഴ്സിന്റെ അടുത്ത് നിന്ന് ഒരു ജസ്റ്റിസ് നിങ്ങളുടെ ഫാമിലിയിലേക്ക് കിട്ടുന്നു എന്നുമാണ് ഇവിടുത്തെ മെസ്സേജ് കാണിക്കുന്നത്. മൂന്നാമത്തെ നിങ്ങളുടെ സ്നേഹ ബന്ധങ്ങളുടെ കാര്യങ്ങളിൽ ചോദിച്ചപ്പോൾ ക്യൂൻ ഓഫ് സോഡ് എന്നാണ് കാണുന്നത്. വളരെ ലക്ഷ്യബോധത്തോടു കൂടി നീങ്ങുന്ന ഒരു സ്ത്രീയെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ആ സ്ത്രീയുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമാണ് മുകളിൽ കാണുന്നത്. ആ ഒരു ലക്ഷ്യത്തോട് തന്നെ മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ വിജയം സുനിശ്ചിതമായി ഉറപ്പ് ഉണ്ട് എന്നും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഡെസ്റ്റിനിലേക്ക് എത്താൻ പോകുന്നു എന്നതും ആ ഡെസ്റ്റിനിയാണ് നിങ്ങളുടെ തീരുമാനം എന്നും ഇവിടെ അറിയുവാൻ സാധിക്കുന്നു. അത് വേണ്ട വിധത്തിൽ നോക്കി കണ്ട് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതാണ് റീഡിംഗ്. നന്ദി, നമസ്കാരം.